കപ്പലപകടവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത്, കപ്പലിന് എതിരെ കേസെടുത്തിരിക്കുന്നു. ആദ്യം അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പലിനെതിരെയാണ് പോലീസിന്റെ കേസ് വരുന്നത്. ഫോർട്ട് കൊച്ചി പോലീസാണ് കേസെടുത്തത്. കപ്പലിന്റെ ഉടമയാണ് ഒന്നാം പ്രതി എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. ഷിപ്പ് മാസ്റ്റർ, ഷിപ്പ് ക്രൂ എന്നിവർ മറ്റ് പ്രതികളും ആകും പ്രതിപട്ടികയിൽ അവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. എന്തുകൊണ്ടാണ് കേസെടുക്കാൻ സംസ്ഥാന സർക്കാർ മടിക്കുന്നത്? കേസെടുക്കില്ല എന്ന് തുറമുഖ വകുപ്പ് മന്ത്രി നേരത്തെ നിലപാട് അറിയിച്ചിരുന്നു. ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസ് എന്തൊക്കെ വകുപ്പുകൾ ചുമത്തി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. MSC എൽസ 3 എന്ന കപ്പലുമായി ബന്ധപ്പെട്ട കേസിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക്, ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് ഫോർട്ട് കൊച്ചി പോലീസ് ചുമത്തിയിരിക്കുന്നത്? പ്രജീഷ്, കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട് മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BNS 282, 285, 286, 287, 288, 3-5 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഷാംജി എന്ന ആളുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ മൂന്ന് വ്യക്തികളെയാണ് പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാം സ്ഥാനം MSC എൽസ 3 എന്ന കമ്പനിയുടെ ഓണറാണ്. രണ്ടാം പ്രതിയായിട്ട് ചേർത്തിരിക്കുന്നത് ഈ കപ്പലിന്റെ ഷിപ്പ് മാസ്റ്ററെയാണ്. മൂന്നാം പ്രതിയായിട്ട് ചേർത്തിരിക്കുന്നത് ഷിപ്പിംഗ് ക്രൂസും അതേഴ്സും, അതായത് കപ്പലിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരെയാണ് മൂന്നാം പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ FIR-ന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ വിശദമായി തന്നെ ഈ കേസെടുക്കാനുള്ള സാഹചര്യം സംബന്ധിച്ച് വിശദമാക്കുന്നുണ്ട്. ഈ എളുപ്പത്തിൽ തീപിടിക്കാൻ കഴിയുന്നതും സ്ഫോടക വസ്തുക്കളും അടങ്ങിയ കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ ഉണ്ട് എന്ന ബോധ്യം ഉണ്ടായിട്ടുകൂടി ആ കപ്പൽ ഉദാസീനമായി ഓടിക്കുകയും അത് അപകടത്തിൽപ്പെടുത്തുകയും അങ്ങനെ ഈ നാടിന് ഭീഷണി ഉണ്ടാക്കുകയും ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന വിധം ഒരു കപ്പൽ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു എന്നുള്ളൊരു കുറ്റമാണ് ഈ പ്രതികൾക്കെതിരെ ആരോപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ അപകടത്തെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നും വിനാശകാരികളായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറന്തള്ളപ്പെട്ടത് മൂലം പരിസ്ഥിതി പ്രശ്നങ്ങൾക്കിടയാക്കിയും കൂടാതെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കാനും കപ്പൽ മൂലം അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ മൂലം കപ്പൽ ചാലിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും സഞ്ചാരം നടത്തുന്ന യാനങ്ങളുടെ പൊതുസഞ്ചാരത്തിന് മാർഗതടസ്സം ഉണ്ടാക്കുവാനും ഇടയാക്കിയിട്ടുണ്ട് എന്ന് ഈ FIR-ൽ പറയുന്നു. ഏതായാലും ഈ കപ്പലപകടവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. നമുക്കറിയാം, വിഴിഞ്ഞത്തു നിന്ന് പോയ കേസെടുക്കുന്നതോടുകൂടി തന്നെ നേരത്തെ പറഞ്ഞുവല്ലോ, കാരണം നിയമപരമായിട്ടുള്ള ഇവരുടെ കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ കൂടുതൽ വേഗത കൈവരുമോ ഈ കേസ് കൂടി എടുക്കുന്നതോടുകൂടി? കാരണം കേസ് എടുക്കുന്നില്ല എന്ന ഒരു പരാതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വകുപ്പുകൾ അവിടെ ഉണ്ടാകുന്ന തീരത്തൊക്കെ ഉണ്ടാകുന്ന ആശങ്കകൾ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളിൽ അതിന്റെ നിയമപരമായ നടപടികൾക്ക് കൂടുതൽ വേഗത കൈവരുമല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാനം ഒരു നിയമ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നേരത്തെ അങ്ങനൊരു ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. കാരണം ഇപ്പോൾ ഉണ്ടായ കപ്പലപകടം പോലെയല്ല, ഈ എൽസ 3 അപകടത്തിൽപ്പെട്ട് മുങ്ങിയത് വലിയ ദോഷമാണ് സംസ്ഥാന തീരത്തിന് ഉണ്ടാക്കിയത്, പ്രത്യേകിച്ച് മത്സ്യബന്ധന മേഖലയിൽ ഉണ്ടാക്കിയത്. അതിനൊപ്പം തന്നെ ഈ എറണാകുളം മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ള തീരങ്ങളിൽ ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞുകൂടുന്ന സ്ഥിതി ഉണ്ടായി. കണ്ടെയ്നറുകളിലെ വിവിധ സാധനങ്ങൾ, അപകടകരമായ സാധനങ്ങൾ നമ്മുടെ തീരത്ത് അടിഞ്ഞു. ഇതുകൂടാതെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിൽ കണ്ടെയ്നർ ഇടിച്ച് കേടുപാടുകൾ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ വലിയ തോതിലാണ് കഴിഞ്ഞ 3 ആഴ്ചയായി കേരള തീരത്ത് ഈ കപ്പലപകടം മൂലം ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സംസ്ഥാനത്ത് തന്നെ വേണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാനം ഇപ്പോൾ അതിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഈ കപ്പൽ അപകടം എങ്ങനെ ഉണ്ടായി എന്നതൊക്കെ സംബന്ധിച്ച് ഇപ്പോഴും അതിന്റെ കാരണങ്ങൾ അജ്ഞാതമാണ്. അത് സംബന്ധിച്ച് കമ്പനി ഒരു വ്യക്തമായ ഒരു വിശദീകരണം പൊതുസമൂഹത്തിന് മുന്നിൽ നൽകിയിട്ടില്ല. എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? അപ്പോൾ ഈ പൊടി ഒരു പേരിന് മാത്രമുള്ള കേസ് എന്നതിലേക്ക് മാറാൻ പാടില്ല. അപ്പോൾ വലിയ രീതിയിലൊക്കെ ഇതിനെ ഈ പറഞ്ഞോണം ഇതൊരു നിയമപരമായ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടായ നഷ്ടങ്ങൾ ഭാവിയിൽ അത് പരിഹരിക്കപ്പെടണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിലയ്ക്ക് ഇട്ടിരിക്കുന്ന വകുപ്പുകൾ സംബന്ധിച്ചുകൂടി പ്രതീക്ഷ, ഈ ജീവനും സ്വത്തിനും അപകടകരമായ രീതിയിൽ
ഉള്ള പെരുമാറ്റമുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മുൻബോധ്യത്തോടെ ഇത് കൈവശമുള്ളത് അപകടകരമായ വസ്തുക്കളാണ് എന്നുള്ള ബോധ്യത്തോടെ, എന്നാൽ അതിൻ്റെ ഗൗരവമില്ലാതെ കപ്പൽ ഓടിക്കുകയും അത് അപകടത്തിൽപ്പെടുത്തുകയും അത് ഇന്ത്യൻ പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. അതിനുതകുന്ന വകുപ്പുകൾ തന്നെയാണ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കേരളത്തിലെ കോടതിയിൽ, പ്രത്യേകിച്ച് എറണാകുളത്തെ കോടതിയിൽ ആരംഭിക്കുകയും ചെയ്യും. അതിൽ ഈ MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ കമ്പനി ഭാഗഭാക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്ന് നമുക്കുണ്ടായ നഷ്ടവുമായി ബന്ധപ്പെട്ട കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അതുമായി ബന്ധപ്പെട്ട നമ്മുടെ നിയമ നടപടികളിലേക്ക് ഈ കപ്പൽ കമ്പനിയെ ബന്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കേസ് എടുത്തതുമായി ബന്ധപ്പെട്ട ഒരു ഫലപ്രദമായ കാര്യം ഉള്ളത്. അതിനൊപ്പം തന്നെ ഈ കപ്പൽ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിശദീകരണം കേരള പോലീസിന് മുന്നിൽ കൂടി ഈ കപ്പൽ കമ്പനികൾക്ക് വിശദീകരിക്കേണ്ടി വരും. നിലവിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാരിടൈം ബോർഡും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല. പ്രത്യേകിച്ച് കേരള ഗവൺമെന്റിനും അത്രത്തോളം ലഭ്യമല്ല. അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് നമുക്ക് അജ്ഞാതമാണ്. അങ്ങനെ പല കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോഴും അജ്ഞാതമായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ദോഷഫലങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാലം അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്.